അന്നത്തെ ആ കരച്ചിൽ കണ്ട് ഞാനും കരഞ്ഞു. അവര് കുറെ കാലം കാത്തിരുന്ന് ഉണ്ടായ കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടി ഉണ്ടായിട്ട് ഇനി അവരെ മൈൻഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് കുട്ടി മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ഉണ്ടാവാം. 8-9 വർഷം കാത്തിരുന്ന് ഉണ്ടായ ഒരു കുട്ടിയാണ്. ഒരു ആഗ്രഹിച്ച് കുറെ കാലം അതിന്റെ ചികിത്സയിൽ എടുത്തിട്ടുണ്ടായത്. പ്രഷ്യസ് ചൈൽഡ് നമ്മൾ പറയാം. അപ്പൊ ആ കുട്ടീനെ നമ്മളെ ഡെലിവറി കഴിഞ്ഞു, ഫുൾ മോണിറ്റർ ചെയ്ത് ഒബ്സർവ് ചെയ്ത് നോർമലാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, സിസേറിയൻ ആയിരുന്നു. അപ്പോൾ നോർമലി ഫീഡ് ചെയ്യാൻ വേണ്ടി കിടത്തിയതാണ്. അങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അമ്മ കിടത്തി. പക്ഷെ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി അമ്മ. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടി വൊമിറ്റ് ചെയ്ത് പാല് തൊണ്ടയിൽ കുടുങ്ങി മൂക്കടഞ്ഞ് അങ്ങനെ കുട്ടി കിടന്ന് ഇവരും അറിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മളെ NICUലേക്ക് കുട്ടിയായിട്ട് ഓടി വന്നു. അപ്പം വന്നപ്പോൾ തന്നെ സയനോസ്ഡ് ആണ്. കുട്ടി അനക്കമൊന്നുമില്ല, പൾസില്ല. നമ്മൾ CPR ചെയ്തു, റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടുക, അല്ലെ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങുക, പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് വരാറുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാല് നോർമലായി തികട്ടി വരും. പാല് പോലെ തൈര് പോലെ കുറച്ച് പുറത്ത് വരുന്നത് നോർമലാണ്. അത് കുട്ടികളെ റിഫ്ലക്സിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് ചില സമയത്ത് വലിയ അളവിൽ വരുന്നത്, മൂക്കിലേക്ക് കയറിപ്പോകുന്നത്, അങ്ങനത്തെയുള്ള സമയത്ത് പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. കാരണം കുട്ടികൾ അന്നനാളം ചെറുതാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഫീഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എയറോഫേജ് ചെയ്യാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എയർ കുടുങ്ങിയിട്ട് അത് പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് പാല് തികട്ടും. ഇനി അതല്ലാതെ ഓവർ ഫീഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തികട്ടും. ചിലപ്പോഴൊക്കെ ഈ അന്നനാളത്തിന് താഴത്ത് ശക്തി കുറവായതിന്റെ ഭാഗമായിട്ട് തികട്ടും. അപ്പൊ അങ്ങനത്തെ പല കാരണങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് നോക്കുക തന്നെ വേണം.